വെൽക്കം ബാക്ക്. ഒരു ചുമയും കോൾഡൊക്കെ ഉണ്ടായപ്പോഴാണ് എന്നാൽ ഒരു ഫ്രൂട്ടി കുടിക്കാമെന്ന് കരുതി. ഇത് ബെസ്റ്റാണ് കേട്ടോ, വൈറ്റമിൻ സി കൊണ്ടുള്ള ഒരു ഫ്രൂട്ടി. ഒന്നും വേണ്ട, വീട്ടിലിരിക്കുന്ന 1-2 ഫ്രൂട്ട് എടുത്ത് അതിനകത്ത് ടീ ബാഗ് വിട്ടെടുത്താൽ മതി. സോ ആപ്പിൾ, മെയിൻ ആപ്പിൾ, ഓറഞ്ച്, മിൻറ്റ്, അത് 3 അപ്പം നമുക്കിവിടെ ഓൾറെഡി ഓറഞ്ചൊക്കെ പഴുത്ത് വരുന്ന സമയമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോയി ഒരു ഓറഞ്ച് പറിക്കാം. ഇതാണ് നന്നായിട്ട് പഴുത്തേ. നോക്കട്ടെ, വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതുകൊണ്ട് അതിൻ്റെ കമ്പിങ്ങനെ ചാഞ്ഞ് വന്നതിന് ഞാൻ ടൈം ബീയിങ്ങിൽ ഹസ്ബൻഡ് ജോലി ആയിരുന്നുകൊണ്ട് അതിന് സഹാര ചെയ്യാൻ വേണ്ടി കമ്പ് നടാൻ വരാൻ ഞാനൊരു ലാഡർ എടുത്ത് വെച്ചിരിക്കുക. സോ ഐ തിങ്ക് ദിസ് ഇസ് ബെറ്റർ. അതുപോലെ ഇതാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഫൈനലി അതൊന്നും പറിച്ചു. പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഇച്ചിരി ഒരു 2 ആഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല നന്നായിട്ട്. അതൊരു മാവാണ്. അത് ഫ്ലോറിഡയിൽ നിന്ന് വരുത്തിയ മാവാണ്. വലിയ മാങ്ങ, നല്ല മണമൊക്കെ ഉള്ള മൈലാപ്പൂ മാങ്ങകളുടെ എന്തൊരു മാങ്ങയാണ്, വലിയ മാങ്ങ. പക്ഷെങ്കിൽ എല്ലാ വർഷവും ഇങ്ങനെ ഇതായിരത്തേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ പാഷൻ ഫ്രൂട്ട് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു പാഷൻ ഫ്രൂട്ട് ഇടണമെന്നില്ല. ഞാൻ ആപ്പിള് പറിക്കാൻ വന്നാൽ, പക്ഷേ ഈ പാഷൻ ഫ്രൂട്ട് വേണ്ട ആപ്പിളിൻ്റെ മണ്ടേ കയറിയ ആപ്പിൾ ചാകാറായി. അതിൽ കാര്യമായിട്ട് 1-2 ആപ്പിൾ ഉണ്ട്, പക്ഷേ അത് ചെറുതാണ്. ഈ പാഷൻ ഫ്രൂട്ടെല്ലാം അധികം വലിയ പഴുത്തില്ല, അപ്പുറത്തേലുണ്ട്. അപ്പം നമ്മുടെ തേനീച്ചക്കൂടുകളൊക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. തേൻ പൂമ്പൊടിയും കൊണ്ട് വരുന്ന പോലെ ഈച്ച പൂമ്പൊടിയും കൊണ്ട് വരുന്ന കണ്ടിട്ടുണ്ടോ? നോക്കിയാൽ കേട്ടോ, അതിൻ്റെ ഇച്ചിരി സൂം ചെയ്ത് നോക്കിയാൽ കണ്ടോ, മഞ്ഞ കളർ കണ്ടോ? ചിലപ്പോൾ 4 കൊണ്ടുവരും കേട്ടോ, കയ്യിലും കാലിലും. കണ്ടോ മഞ്ഞ വരുന്നുണ്ടോ, ഓറഞ്ച് കളർ. സി സോ ക്യൂട്ട്. പിന്നെ ഒരു പ്ലാവുണ്ട്. ഇതിനെ ഇങ്ങനെ വിൻ്റർ ആകുമ്പം മേളിൽ പായൊക്കെ വിരിച്ച് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വരുമില്ല. അപ്പോൾ ഈ ആപ്പിളിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ആപ്പിളിൻ്റെ സമയമല്ല, ഇത് പൂത്തൊക്കെ വരുന്നതേ ഉള്ളൂ. ഇവിടെ തണുപ്പായതുകൊണ്ടെല്ലാം നിൽക്കുന്നത്. കുഞ്ഞൊരു ആപ്പിളാണ്. പക്ഷേ എനിക്ക് മേടിച്ച ആപ്പിൾ ഇരിപ്പുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി മിൻറ്റ് എടുക്കാം. So I'm going to get some mint leaves, fresh mint. അപ്പോൾ പിന്നെ ഈ ഒരു പാഷൻ ഫ്രൂട്ട് റൈസ് റെഡിയായി. ഇത് ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ ചേച്ചിയുടെ അടുത്ത് നിന്ന് പർപ്പിൾ കളറുള്ളത് കൊണ്ട് വെച്ചതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് അതൊരു മിക്സ് കളറായി. കറക്റ്റ് പർപ്പിളല്ല വരുന്നത്. അപ്പോൾ നമുക്ക് മിൻറ്റ് വാഷ് ചെയ്തെടുക്കാം. ഞാനത് ഓറഞ്ച് ഒരെണ്ണമുണ്ട്. ആപ്പിൾ അത് വലിയ ആപ്പിളായതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് മേടിച്ച ആപ്പിളാണ്. വലിയ ആപ്പിളായതുകൊണ്ട് അതിൻ്റെ പകുതി മതി എനിക്ക്. പകുതി അത് കട്ട് ചെയ്തിടാം. പിന്നെ ഒരു സിന്നമൺ സ്റ്റിക്ക്. ഇത് സിലോൺ സിന്നമൺ, ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച സിലോൺ സിന്നമണാണ് ഏറ്റവും നല്ല സിന്നമൺ എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു ടീ ബാഗ്. അപ്പോൾ ഏതെങ്കിലും ടീ. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം വേണം. സോ നമുക്ക് യൂഷ്വലി ബോയിൽ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. പക്ഷേ എനിക്ക് ഇച്ചിരി നമുക്കെല്ലാം ഓവർ കുക്ക് ചെയ്തല്ലേ നമ്മൾ കഴിക്കുന്നത്. സോ എൻ്റെ എല്ലാം ശരിക്കും ഇറങ്ങട്ടെന്ന് കരുതി ഞാനൊരു 2-3 മിനിറ്റ് അതിനൊന്ന് ബോയിൽ ചെയ്തിട്ടങ്ങ് സിം ചെയ്യാൻ വെക്കും. അപ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ വെള്ളം ഇറങ്ങും. സോ ഇച്ചിരി ഹണിയും കൂടെ ഒഴിച്ച് നല്ലതാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് കോൾഡൊക്കെ വരുമ്പോൾ ഒന്ന് കുടിച്ച് നോക്കിയാൽ നമ്മളൊരു അഡിക്റ്റഡ് ആകും കേട്ടോ. ഒരു അഡിക്ഷനായത് ഇതുപോലെ. ഇറ്റ്സ് സോ ഗുഡ്. അപ്പോൾ ഈ തൊലിയോട് കൂടിയ ഓറഞ്ച് ജസ്റ്റ് ഞാൻ കഴുകി. ഇപ്പോൾ വെളിയിൽ നിന്ന് കൊണ്ടിരുന്നൊക്കെയാണ് ഞാനൊന്ന് സോപ്പിട്ട് കഴുകും. തൊലിയോട് കൂടി, അപ്പോൾ തൊലിയുടെ വൈറ്റമിൻ സി എല്ലാം ഇറങ്ങും. സോ കംപ്ലീറ്റ്ലി അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട്, അപ്പോൾ എളുപ്പമുണ്ട് ചൂടുവെള്ളം ഒഴിക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തോട്ട് പാത്രത്തിലോട്ട് അതും ഇട്ടു. ഇനി ഒരു സിന്നമൻ്റെ ഒരു സ്റ്റിക്ക്. കുഞ്ഞാണെങ്കിൽ അധികം വേണ്ട, ഒരു സ്റ്റിക്ക് അതിൻ്റെ പകുതിയെ അതിനുശേഷം ഇപ്പോൾ ഞാൻ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ട്. 2 സ്ട്രോബെറി.
ഫ്രൂട്ടിനകത്തോട്ടിടുകയാണ്, പാഷൻ ഫ്രൂട്ടിനകത്തോട്ടിടുകയാണെങ്കിൽ പ്രത്യേക രുചിയായിരിക്കുന്നത്. അപ്പം നമ്മൾ വെള്ളം തിളച്ചു, നമ്മുടെ ഫ്രൂട്ടെല്ലാം റെഡിയാണ്. അപ്പോൾ അതിനകത്തോട്ട് നിറച്ചൊഴിക്കുക. സോ ഐ സെഡ്, ഞാൻ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് നേരത്തേക്കൊന്ന് ബോയിലാകാം. കഴിയുമ്പോഴത്തേക്കും ഒന്ന് ബോയിലാകട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ബോയിലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളതിനകത്ത് ടീ ബാഗ് ഇട്ട് വെക്കുക. ഇപ്പോൾ ബോയിലായി, വരെ ബോയിലായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ നമുക്ക് ടീ ബാഗ്, എനി ടീ ബാഗ് അല്ലെങ്കിൽ ചായ ഇതായിട്ടിട്ടാലും മതി, റോസ് ചായ. പക്ഷേ ഈ ടീ ബാഗ് ഇവിടെ ഇച്ചിരി ഫേമസായിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേർ മേടിച്ചുകൊണ്ട് വന്നതാണ്. ഏൾ ഗ്രേ എന്നും പറഞ്ഞുകൊണ്ട് അതൊരു ലാവൻഡർ ഫ്ലേവറൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. എന്നാൽ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതോടെ ഇട്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ റെഗുലർ ടീ ബാഗ് അല്ലെങ്കിൽ ലൂസ് ടീ ഇട്ടാലും മതി. കാര്യം നമ്മൾ എന്തായാലും ഇത് ഫിൽറ്റർ ചെയ്താണ്. അപ്പം ഞാനത് രണ്ടും കൂടെ അങ്ങ് ഇടാമെന്ന് കരുതി. ഇത് ഞാൻ ആക്ച്വലി ചായ മോക്കൂടെ കൊടുക്കാമെന്ന് കരുതി. അവർക്ക് ഇഷ്ടമാണ്. ഇവർക്ക് 2 പേർക്കും ഇഷ്ടമാണ് കേട്ടോ ചായ, ഈ ചായ ഉണ്ടാക്കുന്നത്. മോനും സോ ഇത്രയും പർപ്പിൾ ഇതാണ് ഞാൻ പറിച്ചുകൊണ്ട് വന്ന അതാണ്. പക്ഷേ പർപ്പിൾ പാഷൻ ഫ്രൂട്ട് അതിൻ്റെ കളർ കണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും വേറെ കളറായി. ഒരുവിധം മധുരമുണ്ട്. ഷുഗർ ഇടാതെ ഈ വർഷത്തിൽ മഴ പെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പുളിയായിരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പ് ഇത് ഉണ്ടായപ്പോൾ പുളിയില്ലാതെ നമുക്ക് മധുരം ഇടാതെ കഴിക്കാമായിരുന്നു. അധികം സവറായിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ചായയുടെ കപ്പെടുക്കാം. അപ്പോൾ അതിനകത്തോട്ട് ഇതിലൽപ്പം ഇടാം. ഇത് വേണമെന്നില്ല കേട്ടോ, ഇതില്ലെങ്കിൽ ഇത് വേണ്ട. ജസ്റ്റ് ആപ്പിളും ഓറഞ്ചും മിൻറ്റാണ് അതിൻ്റെ സ്പെഷ്യൽ. ഞാൻ പകുതി വീതമേ അത് ഇടുന്നുള്ളൂ. പിന്നെ ഒരെണ്ണം ഇട്ടേക്കാം. സം റീസൺ അവർക്ക് പാഷൻ ഫ്രൂട്ട് ഇഷ്ടമാണ്. യൂഷ്വലി മോനാണേലും പാഷൻ ഒരു ഫ്രൂട്ടും കഴിക്കുകയില്ല. അവന് ഓറഞ്ചൊക്കെ ആണെങ്കിലും ഒരു ടേസ്റ്റ് പോലും ചെയ്യാറില്ല. പക്ഷേ പാഷൻ ഫ്രൂട്ട് സം റീസൺ മധുരം അധികം ഇല്ലെങ്കിൽ അവനിഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ചായ വേണ്ട, നല്ല അടിപൊളി കളറല്ലേ. ചായ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്ക് ഊറ്റി ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇറ്റ് ഈസ് സോ ഗുഡ്. നമുക്ക് ഇച്ചിരി ഹണി, ഇതിപ്പോൾ നമ്മുടെ സ്വന്തം ഹണിയാണ്, അത് ഇച്ചിരി തിക്കായെന്ന് തോന്നുന്നു. ഇച്ചിരി വരാൻ താമസമുണ്ട്. കോൾഡാണെങ്കിൽ ഹണി ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഷുഗർ വേണമെന്നില്ല. ഇല്ലാത്തവർ അല്ലാതെ കുടിക്കുന്നവർക്ക് ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഷുഗർ അവോയ്ഡ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. യു ക്യാൻ അവോയ്ഡ് ദാറ്റ്. നമുക്കതിനെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് മേക്ക് ഷുവർ എല്ലാം അതായെന്നുള്ളത് നോക്കിയിട്ട് നല്ല കളറല്ലേ. ചായപ്പത്തിൻ്റെ കളറും പിന്നെ നമ്മുടെ വൈറ്റമിൻ സി എല്ലാം കൂടെ ആയി നല്ല അടിപൊളി ചായയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് എന്നോട് കമൻറ്റ് പറയണേ എങ്ങനെ ഉണ്ടെന്ന്. ഇത് ഏഷ്യൻസൊക്കെ കുടിക്കുന്ന ചായ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നത്. കോൾഡിന് ബെസ്റ്റ്. പിന്നെ ഇച്ചിരി ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ഇങ്ങനെ നിർത്തി വെച്ച് നോക്കുക. നല്ല എനർജറ്റിക്കാണ് ചുമ്മാ ചായ കുടിക്കാതെ. സോ ട്രൈ ഇറ്റ്. There you go. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ഞാൻ എനിക്കും ഉള്ളത് എടുത്തു കേട്ടോ. അവർക്കുള്ളത് വെച്ചു.
അത് എനിക്ക് ഒന്ന് 2-3 മാസമായി മുമ്പ് എടുത്ത പണിയാന്ന് തോന്നുന്നു. അത് തിക്കാകാൻ തുടങ്ങി. കറാജി വെച്ചിരിക്കുകയാണ്, അതധികം തിക്കാകത്തില്ല. കിച്ചനകത്ത് വെച്ചാൽ തിക്കാകും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും.